നമസ്കാരം. VM-TVയുടെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഈ മണിക്കൂറിലെ പ്രധാന വാർത്തയിലേക്ക് സ്വാഗതം. ഇന്ന് വൃശ്ചികം 1, മണ്ഡലമാസ ആരംഭം. ഇനി ശരണം വിളിയുടെ നാളുകൾ. ശബരിമലയിൽ നിന്നും വരുന്ന ഒരു വാർത്തയിലേക്കാണ് ആദ്യം നമ്മൾ കടക്കുന്നത്. ശബരിമലയിൽ വൻ ഭക്തജന തിരക്ക്. ആദ്യ ദിനം എത്തിയത് 30,000 ഭക്തജനങ്ങളാണ്. വിശദമായ റിപ്പോർട്ടിലേക്ക് ഞങ്ങളുടെ റിപ്പോർട്ടർ ബിലു ചേരുന്നു. ഗുഡ് മോർണിംഗ് അനുജ. മണ്ഡല മകരവിളക്ക് തീർത്ഥാടന കാലത്തിന് തുടക്കം കുറിച്ചിരിക്കുന്ന മണ്ഡലകാലമാണിത്. വൃശ്ചിക മാസമാണ്. ഈ വൃശ്ചിക പുലരിയിൽ ശബരിമല ക്ഷേത്രനടയിൽ ഇന്ന് മാത്രം, ഈ മണിക്കൂറുകളിൽ മാത്രം എത്തിയിരിക്കുന്നത് 30,000-ഓളം ഭക്തജനങ്ങളാണ്. വലിയ ഭക്തജന തിരക്കാണ് ഇവിടെ അനുഭവപ്പെടുന്നത്. ആദ്യ ദിനം തന്നെ ഇത്രയും അധികം ആളുകളാണ് ദർശനത്തിനായി ബുക്ക് ചെയ്തിരിക്കുന്നത്. പുതിയ മേൽശാന്തിമാരുടെ സ്ഥാനാരോഹണ ചടങ്ങും ഇന്നായിരുന്നു നടന്നത്. പുതിയ മേൽശാന്തിമാരാണ് ശബരിമല മാളികപ്പുറം ക്ഷേത്ര നടകൾ തുറന്നത്. ശബരിമല മേൽശാന്തിയായി അരുൺകുമാർ നമ്പൂതിരിയും മാളികപ്പുറം മേൽശാന്തിയായി ടി വാസുദേവൻ നമ്പൂതിരിയും ഇന്നലെയായിരുന്നു ചുമതലയേറ്റത്. വൈകിട്ട് 4 മണിക്ക് കണ്ഠര രാജീവർ, മകൻ കണ്ഠര ബ്രഹ്മദത്തൻ എന്നിവരുടെ സാന്നിധ്യത്തിൽ മേൽശാന്തി മഹേഷ് നമ്പൂതിരി നട തുറന്നാണ് ഭദ്രദീപം തെളിയിച്ചത്. തുടർന്ന് മേൽശാന്തി 18ാം പടി ഇറങ്ങി ഇരുമുടിക്കെട്ടുകളുമായി തിരുമുറ്റത്ത് കാത്തുനിന്ന അരുൺ നമ്പൂതിരിയെയും മാളികപ്പുറം മേൽശാന്തി വാസുദേവൻ നമ്പൂതിരിയും കൈപിടിച്ചാണ് 18ാം പടിയിലൂടെ സോപാനത്തേക്ക് എത്തിച്ചത്. ഏതായാലും വളരെ ഹൃദ്യമായ അല്ലെങ്കിൽ ഭക്തി നിർഭരമായ കാഴ്ചകളായിരുന്നു ശബരിമലയിൽ നിന്നുള്ളത്. നമുക്കറിയാം, ഇനിയുള്ള നാളുകൾ ശരണമന്ത്രത്തിൻ്റെ നാളുകളാണ്. മന്ത്രി VN വാസവൻ, MLA-മാരായ യു ജനീഷ് കുമാർ, അഡ്വക്കേറ്റ് പ്രമോദ് നാരായണൻ, ശബരിമല സ്പെഷ്യൽ കമ്മീഷണർ R ജയകൃഷ്ണൻ, ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത്, അംഗങ്ങളായ അജികുമാർ, G സുരേന്ദ്രൻ, ദേവസ്വം കമ്മീഷണർ CV പ്രശാന്ത്, S ശ്രീജിത്ത്, എക്സിക്യൂട്ടീവ് ഓഫീസർ മുരാരി ബാബു എന്നിവരായിരുന്നു ഈ ഒരു ചടങ്ങിന് സാന്നിധ്യം വഹിച്ചിരുന്നത്. വലിയ രീതിയിലുള്ള ഭക്തജന തിരക്ക് അനുഭവപ്പെടുന്ന ക്ഷേത്രത്തിൻ്റെ ആ ഒരു പരിസരമൊക്കെ തന്നെ വളരെ ഭക്തി മുഖരിതമായിരുന്നു. ഇനിയുള്ള നാളുകൾ ശരണമന്ത്രങ്ങളുടെ നാളുകളാണ്. മുൻ സീസണിൽ നിന്ന് വ്യത്യസ്തമായി ഇക്കുറി ആദ്യത്തെ 18 മണിക്കൂറാണ് ഇപ്പോൾ സന്ദർശന സമയമായിട്ട് അനുവദിച്ചിരിക്കുന്നത്. ഏതായാലും സ്ത്രീകൾക്കും കുട്ടികൾക്കും ഒക്കെ തന്നെ പ്രത്യേക ക്യൂ ഉണ്ടായിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ശബരിമല പടിയിൽ പരമാവധി തീർത്ഥാടകരെ വേഗത്തിൽ കടത്തിവിടാനുള്ള സൗകര്യമൊക്കെ തന്നെ പോലീസ് ഒരുക്കിയിട്ടുണ്ട്. ഏതായാലും വെർച്വൽ ക്യൂ വഴി 70,000 പേർക്കും സ്പോട്ട് ബുക്കിങ്ങിലൂടെ 10,000 പേർക്കുമാണ് ഒരു ദിവസം സന്ദർശനം അനുവദിച്ചിരിക്കുന്നത്. അനുജ, എല്ലാ സുരക്ഷിതത്വങ്ങളും മാനദണ്ഡങ്ങളും പാലിച്ചു വേണം ഭക്തജനങ്ങൾ എല്ലാവരും ശബരിമലയിലേക്ക് എത്താൻ. അതീവ സുരക്ഷയായിരിക്കണം. അത്രയ്ക്കും തിരക്കുകളാണ് ഓരോ ദിവസവും അനുഭവപ്പെടാൻ പോകുന്നത്. മറ്റൊരു വാർത്ത തിരുവനന്തപുരത്ത് നിന്നും വരുന്നതാണ്. തിരുവനന്തപുരം നഗരസഭയിൽ തൊഴിലാളികളുടെ പ്രതിഷേധം. നഗരസഭാ ഗേറ്റിന് മുന്നിൽ ആത്മഹത്യാ ഭീഷണി മുഴക്കുകയാണ് തൊഴിലാളികൾ. അതിന്റെ കൂടുതൽ വിവരങ്ങളിലേക്ക്. തിരുവനന്തപുരം കോർപ്പറേഷന് മുന്നിൽ ഇന്ന് രാവിലെ 7 മണിയോട് കൂടിയിട്ടാണ് ആത്മഹത്യാ ഭീഷണിയുമായി ഈ ഒരു ശുചീകരണ തൊഴിലാളികൾ രംഗത്തെത്തിയിരിക്കുന്നത്. പെട്രോളും അതോടൊപ്പം തീപ്പെട്ടിയും ഒക്കെ ആയി തന്നെയാണ് ഇവർ കോർപ്പറേഷൻ്റെ കവാടത്തിന് മുന്നിൽ ആത്മഹത്യാ ഭീഷണി മുഴക്കിയത്. ഇവിടെ കോവിഡ് കാലത്ത് പല വീടുകളിൽ നിന്ന് മാലിന്യം നീക്കി ഉപജീവനം നടത്തിയിരുന്നവരാണ് ഈ സമരം ചെയ്തിരുന്നത്. ഇവരെ ജാതിപരമായി അധിക്ഷേപിച്ചു. ഇവിടുത്തെ ഒരു കൗൺസിലർ ഇവരെ ജാതിപരമായി അധിക്ഷേപിക്കുകയും അതോടൊപ്പം കോർപ്പറേഷൻ്റെ ഭാഗത്തു നിന്നും നൽകിയ വാഗ്ദാനങ്ങളും ആനുകൂല്യങ്ങളും ഒന്നും തന്നെ പാലിച്ചില്ല എന്നും പറഞ്ഞുകൊണ്ടാണ് ഇവർ വലിയ രീതിയിലുള്ള പ്രതിഷേധവുമായി രംഗത്തെത്തിയിരിക്കുന്നത്. 15 ദിവസമായി തുടരുന്ന സമരം പരിഹരിക്കാൻ ശ്രമിക്കാത്തതിനെ തുടർന്നാണ് ഈ സമരക്കാർ ആത്മഹത്യാ ഭീഷണിയുമായി രംഗത്തെത്തിയത്. നമുക്കറിയാം, കഴിഞ്ഞ 2 മാസം മുൻപാണ് ആമയിഴഞ്ചാൻ തോട്ടിലൊരു വലിയ രീതിയിലൊരു അപകടം, ഒരു മരണം നടന്നത്. ഇതൊക്കെ തന്നെ അത്രത്തോളം ശുചീകരണ തൊഴിലാളികൾ അനുഭവിക്കുന്ന സ്ട്രെസ്സുകൾ ഉണ്ടായിട്ട് പോലും അവർക്ക് നൽകുന്ന വാഗ്ദാനങ്ങളോ ഇവർക്ക് നൽകുന്ന ആനുകൂല്യങ്ങളോ ഒന്നും തന്നെ നൽകാൻ കോർപ്പറേഷൻ തയ്യാറാകുന്നില്ല എന്ന് കാട്ടിക്കൊണ്ടാണ് ഇത്തരത്തിൽ ആത്മഹത്യാ ഭീഷണിയുമായി ഇന്ന് രാവിലെയോടുകൂടി ഈ ശുചീകരണ തൊഴിലാളികൾ എത്തിയത്. CPM പ്രവർത്തകരും പാർട്ടി അനുഭാവികളുമാണ് കൂടുതലും ഈ തൊഴിലാളികളായിട്ടുള്ള ജീവനക്കാർ. 13 വർഷത്തോളമായി തിരുവനന്തപുരം നഗരസഭാ പരിധിയിൽ മാലിന്യം നീക്കം ചെയ്യുന്ന സാധാരണക്കാരായ ജോലി തൊഴിലാളികളാണ് ഇവരൊക്കെ. ഇവർക്ക് നൽകുന്ന സാമ്പത്തികമായിട്ടുള്ള ഒരു സുരക്ഷിതത്വവും ഇവർക്ക് പാലിക്കാൻ നഗരസഭയ്ക്ക് കഴിയുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇത്തരത്തിൽ ഇവരെ ഈ ഒരു ആത്മഹത്യാ ഭീഷണിയുമായി എത്തിയിരിക്കുന്നത്. അതോടൊപ്പം മാലിന്യം നീക്കം ചെയ്യാൻ ഉപയോഗിക്കുന്ന വാഹനങ്ങൾ കോർപ്പറേഷൻ്റെ ആരോഗ്യ വിഭാഗം പിടിച്ചെടുക്കുന്നു, തൊഴിലെടുക്കാൻ അനുവദിക്കുന്നില്ല. ഇതൊക്കെയാണ് ഇവരുടെ ആരോപണം. ഏതായാലും ഈ വലിയ രീതിയിലുള്ള ആത്മഹത്യാ ഭീഷണി മുഴക്കിയതിനെ തുടർന്ന് പിന്നീട് പോലീസും ഫയർഫോഴ്സും ഒക്കെ അവിടെ എത്തി വളരെ പണിപ്പെട്ടാണ് ഇവരെ മുകളിൽ നിന്ന് താഴേക്ക് ഇറക്കിയത്. ആദ്യമൊന്നും വരാൻ താഴേക്ക് കൂട്ടാക്കിയിരുന്നില്ല. പിന്നീട് വളരെ മേയർ ഇടപെട്ട് ഒരു അനുനയത്തിന് നിന്നതിന് ശേഷമാണ് ഇവരെ
താഴേക്ക് ഇറക്കിയത് അനുജ. തിരുവനന്തപുരം കിളിമാനൂരിൽ അയൽവാസിയുടെ വെട്ടേറ്റ് മധ്യവയസ്കന് ദാരുണാന്ത്യം. കിളിമാനൂർ പേടുകുളം സ്വദേശി ബാബുരാജാണ് മരിച്ചത്. ഇന്നലെ രാത്രിയോടെ ആയിരുന്നു ആക്രമണം നടന്നത്. അതിന്റെ കൂടുതൽ റിപ്പോർട്ടിലേക്ക്. തിരുവനന്തപുരം കിളിമാനൂരിലാണ് ഇന്നലെ രാത്രി ഈ ദാരുണമായ സംഭവം നടന്നത്. അയൽവാസിയുടെ വെട്ടേറ്റാണ് ഗൃഹനാഥനായിട്ടുള്ള ബാബുരാജ് മരിച്ചത്. പേടികുളം ഉലങ്കത്തറ ക്ഷേത്രത്തിന് സമീപം കാട്ടുവിള വീട്ടിൽ ബാബുരാജ് 65-കാരനായ ബാബുരാജാണ് മരിച്ചത്. വെള്ളിയാഴ്ച രാത്രി 9:30 വീടിന് സമീപത്ത് വെച്ചായിരുന്നു ഈ സംഭവം നടന്നത്. ചൂള തൊഴിലാളിയായിട്ടുള്ള ബാബുരാജ് ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങുമ്പോൾ യാതൊരു പ്രകോപനവുമില്ലാതെയാണ് അയൽവാസിയായ സുനിൽകുമാർ വെട്ടുകത്തിക്കൊണ്ട് വെട്ടി കൊലപ്പെടുത്തിയത്. മദ്യലഹരിയിലായിരുന്ന സുനിൽകുമാർ പ്രദേശവാസികൾക്ക് സ്ഥിരം ശല്യക്കാരനാണെന്നാണ് ഇപ്പോൾ അറിയാൻ കഴിഞ്ഞത്. മദ്യപിച്ചു കഴിഞ്ഞാൽ റോഡിലൂടെ പോകുന്നവരെ ഇയാൾ മർദ്ദിക്കാൻ ഓടിക്കുന്നതൊക്കെ പതിവ് കാഴ്ചയാണ്. യാതൊരു പ്രകോപനവുമില്ലാതെയാണ് 65-കാരനായിട്ടുള്ള ബാബുരാജിനെ വെട്ടി കൊലപ്പെടുത്തിയതാണെന്ന് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. ബാബുരാജിൻ്റെ കുടുംബവും സുനിൽകുമാറിൻ്റെ കുടുംബവുമായി യാതൊരു മുൻവൈരാഗ്യങ്ങളോ പിണക്കമോ ഒന്നും തന്നെ ഇല്ലായിരുന്നു. മദ്യലഹരിയിലാണ് ഇത്തരത്തിലൊരു വലിയ കൃത്യം ചെയ്തിരിക്കുന്നത്. വലിയ ശല്യമാണ് ഇയാളെ കൊണ്ട് മദ്യപിച്ചു കഴിഞ്ഞാൽ. അതോടൊപ്പം തന്നെ മറ്റ് നാട്ടുകാർക്കൊക്കെ തന്നെ വളരെ ഭീഷണി ഉണ്ടാക്കുന്ന ഒരു സ്വഭാവം മദ്യപിച്ച് കഴിയുമ്പോൾ പ്രതിയുടെ ഭാഗത്തുനിന്നുണ്ടാവും. ഏതായാലും ഈ സംഭവത്തിൽ കിളിമാനൂർ പോലീസ് കേസെടുത്ത് അന്വേഷിച്ചിരിക്കുകയാണ്. അനുജ. ഓക്കെ ബിലു, എന്തായാലും അതിദാരുണമായിട്ടുള്ള ഒരു സംഭവമായി പോയി. പാലക്കാട് LDF നേതാവ് സരിനും ഭാര്യ സൗമ്യ സരിനുമെതിരെ നിലനിൽക്കുന്ന ആരോപണങ്ങൾക്ക് മറുപടിയായി വാർത്താ സമ്മേളനം നടത്തി. തന്റെ വീട്ടിൽ താമസിക്കുന്നത് കുടുംബ സുഹൃത്തെന്ന് സരിൻ വ്യക്തമാക്കി. വീടിന്റെ ആധാരവുമായി എത്തിയാണ് ഡോക്ടർ സൗമ്യ സരിൻ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തത്. അതിന്റെ കൂടുതൽ വിശദാംശങ്ങളിലേക്ക് കടക്കാം. പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ ആരോപണങ്ങൾക്ക് മറുപടിയായിട്ടാണ് ഇന്നലെ പാലക്കാടത്തെ ഇടത് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ടുള്ള ഡോക്ടർ സരിനും അദ്ദേഹത്തിൻ്റെ ഭാര്യ ഡോക്ടർ സൗമ്യ സരിനും ഇന്നലെ വാർത്താ സമ്മേളനം നടത്തിയത്. വാർത്താ സമ്മേളനത്തിൽ പ്രതിപക്ഷ നേതാവിനെ വെല്ലുവിളിച്ചുകൊണ്ടാണ് അദ്ദേഹം സമ്മേളനം നടത്തിയിരിക്കുന്നത്. കാരണം അദ്ദേഹത്തിൻ്റെ വീടുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളും അതോടൊപ്പം സൗമ്യ സരിനെതിരെ VD സതീശൻ ഉന്നയിച്ച ചില ആരോപണങ്ങൾക്കും മറുപടിയായിട്ടാണ് ഇന്നലെ വാർത്താ സമ്മേളനം സംഘടിപ്പിച്ചത്. പ്രതിപക്ഷ നേതാവിന് കാര്യങ്ങൾ ബോധ്യപ്പെടുമെന്ന് സരിൻ പറഞ്ഞു. കാരണം ഇരട്ട വോട്ടുമായി ബന്ധപ്പെട്ട് ഉയർന്ന വിവാദങ്ങളാണ് ഭാര്യയുമായി എത്തി ഇപ്പോൾ സരിൻ്റെ മറുപടി നൽകിയിരിക്കുന്നത്. അതായത് വാസ്തവ വിരുദ്ധമായ കാര്യങ്ങളാണ് വീടുമായി ബന്ധപ്പെട്ട് പാലക്കാട് ഡോക്ടർ സൗമ്യ സരിൻ വാങ്ങിയ വീടുമായി ബന്ധപ്പെട്ടുള്ള ചില വ്യാജ ആരോപണങ്ങൾ ഉന്നയിച്ചു. ഈ ആരോപണങ്ങൾക്ക് മറുപടിയുമായി വീടിൻ്റെ ആധാരവുമായി തന്നെയാണ് ഡോക്ടർ സൗമ്യ സരിൻ കഴിഞ്ഞ ദിവസം എത്തിയത്. നമുക്കറിയാം സൗമ്യ സരിൻ എന്ന വ്യക്തി വളരെയധികം ഫേമസ് ആയിട്ടുള്ള ഒരുപാട് സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സിനൊക്കെ തന്നെ ഇഷ്ടമുള്ള അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിലുള്ള എല്ലാവർക്കും പ്രിയങ്കരിയായിട്ടുള്ള ഒരു പീഡിയാട്രീഷ്യൻ കൂടിയാണ്. ഒരുപാട് ഫോളോവേഴ്സ് ഉള്ള ഒരു വ്യക്തിയാണ് സൗമ്യ സരിൻ. ഒരു കഴിഞ്ഞ 2 ദിവസം മുൻപ് തന്നെ ദുബായിൽ വെച്ചിട്ട് ഒരു ഇൻ്റർനാഷണൽ ബുക്ക് ഫെസ്റ്റിൽ പങ്കെടുത്തുകൊണ്ടിരിക്കെ മണിക്കൂറുകൾക്ക് ശേഷമാണ് ഈ ഒരു വാർത്താ സമ്മേളനത്തിന് വേണ്ടി മാത്രമായി കഴിഞ്ഞ ദിവസം പാലക്കാട് എത്തിയത്. ആ ഒരു വീടിൻ്റെ കോവിഡ് സമയത്തിന് മുൻപ് 5 വർഷം മുൻപ് വാങ്ങിയ വീടിൻ്റെ ആധാരവുമായി തന്നെയാണ് എത്തിയത്. 2017 ഈ വീട് വാങ്ങിയത്. 2020 വാടകയ്ക്ക് നൽകി. ഈ വീട്ടിൻ്റെ വിലാസം നൽകിയാണ് വോട്ടർ പട്ടികയിൽ ചേർത്തിരിക്കുന്നത്. താൻ പാലക്കാടുകാരനാണെന്ന് പറയുമ്പോൾ ചിലർക്കൊക്കെ തന്നെ സങ്കടമാണ്. പാലക്കാടും ഒറ്റപ്പാലത്തുമായി താമസിച്ചു. അടുത്തിടെയാണ് സ്ഥിര താമസ വിലാസത്തിലേക്ക് വോട്ട് മാറ്റിയതെന്നും വീട്ടിലേക്ക് വന്നാൽ പ്രതിപക്ഷ നേതാവിന് കാര്യങ്ങൾ ബോധ്യപ്പെടുമെന്നും സരിൻ പറഞ്ഞു. ഏതായാലും VD സതീശൻ്റെ ഇത്തരം വലിയ രീതിയിലുള്ള ഒരു വ്യാജ ആരോപണമാണിപ്പോൾ പൊളിഞ്ഞിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ സംസാരിക്കേണ്ടി വരുമെന്ന് കരുതിയില്ല എന്നാണ് ഡോക്ടർ സൗമ്യ സരിൻ പ്രതിഷേധിച്ചത്. എന്നാൽ ചില മാധ്യമങ്ങൾ ഈ ഒരു വാർത്താ സമ്മേളനത്തിനിടെ ഡോക്ടർ സരിൻ മാധ്യമങ്ങളോട് കയർത്ത് സംസാരിച്ചുവെന്നും പൊട്ടിത്തെറിച്ചുവെന്നും പറയുന്നു. പക്ഷേ അത്തരത്തിലുള്ളൊരു ചോദ്യം ഉണ്ടായതിൻ്റെ ഭാഗ്യമായിട്ടാണ് സരിൻ സംസാരിച്ചത്. ഇത്തരത്തിലുള്ള ഇരട്ടത്താപ്പ് ചോദ്യങ്ങൾ നിങ്ങൾ എന്തിനാണ് ചോദിക്കുന്നതെന്നാണോ. പക്ഷേ സൗമ്യ സരിനും ഡോക്ടർ സരിനും മാധ്യമങ്ങളെ ചീത്ത വിളിച്ചു എന്നുള്ള രീതിയിലൊക്കെയാണ് ഇപ്പോൾ ആരോപണങ്ങൾ വരുന്നത്. അതിലൊന്നും യാതൊരു വസ്തുതയുമില്ല. നമ്മളൊക്കെ തന്നെ ഈ വാർത്താ സമ്മേളനം കണ്ട മാധ്യമ പ്രവർത്തകരാണ്. അതുകൊണ്ട് തന്നെ അത്തരത്തിൽ ചീത്ത വിളിക്കുന്ന രീതിയിലുള്ള യാതൊരു പ്രകോപനവും ഇല്ലായിരുന്നു. ഇടയ്ക്ക് വാർത്താ സമ്മേളനത്തിനിടെ ഫോൺ കോൾ വന്നതിന് ശേഷം ആ വാർത്താ സമ്മേളനത്തിൽ പറയേണ്ട കാര്യങ്ങൾ മാത്രം പറഞ്ഞതിന് ശേഷമാണ് ഡോക്ടർ സൗമ്യ സരിൻ വാർത്താ സമ്മേളനത്തിൽ നിന്നും ഫോൺ അറ്റൻഡ് ചെയ്യാനായി ഇറങ്ങി
ഇറങ്ങിപ്പോയത്. അല്ലാതെ വാർത്താ സമ്മേളനത്തിനിടെ മാധ്യമപ്രവർത്തകരെ വെല്ലുവിളിച്ച് ഇറങ്ങിപ്പോകുമെന്നായിരുന്നില്ല. ഇത്തരം വ്യാജ വാർത്തകൾ ദയവ് ചെയ്ത് മാധ്യമപ്രവർത്തകർ ഇത്തരം സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രചരിക്കാതിരിക്കുക. ഏതായാലും വലിയ രീതിയിലുള്ളൊരു ആരോപണത്തിനാണിപ്പോൾ അതിൻ്റെ വാസ്തവം നിരത്തിക്കൊണ്ട് തിരശ്ശീല വീണിരിക്കുന്നത്. അനുജ, പ്രധാനമന്ത്രിയുടെ ത്രിരാഷ്ട്ര സന്ദർശനത്തിന് ഇന്ന് തുടക്കം. G20 ഉച്ചകോടിയുടെ ഭാഗമായാണ് സന്ദർശനം നടത്തുന്നത്. അതിന്റെ കൂടുതൽ റിപ്പോർട്ടുകളിലേക്ക്. G20 ഉച്ചകോടിയുമായി ബന്ധപ്പെട്ടാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ത്രിരാഷ്ട്ര സന്ദർശനത്തിനായി പോകുന്നത്. വിദേശത്തേക്ക് അദ്ദേഹം ഇന്ന് തിരിക്കും. നൈജീരിയ, ബ്രസീൽ, ഗയാന എന്നിവിടങ്ങളിലാണ് അദ്ദേഹം സന്ദർശനം നടത്തുന്നത്. നൈജീരിയൻ പ്രസിഡന്റ് ഇബോല അഹമ്മദ് ടിനുബുവിൻ്റെ ക്ഷണപ്രകാരമാണ് അദ്ദേഹം നൈജീരിയയിലെത്തുന്നത്. നൈജീരിയൻ ദ്വിദിന സന്ദർശനമാണ് തീരുമാനിച്ചിരിക്കുന്നതെന്നാണ് ഇപ്പോൾ വിദേശ മന്ത്രാലയം അറിയിച്ചിരിക്കുന്നത്. ഏതായാലും നമുക്കൊക്കെ അറിയാം, 17 വർഷത്തിന് ശേഷം ഇതാദ്യമായാണ് ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി നൈജീരിയ സന്ദർശിക്കുന്നത്. ഇന്ത്യയും നൈജീരിയയും തമ്മിലുള്ള നയതന്ത്ര ഉഭയകക്ഷി ബന്ധം ശക്തമാക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഈ ഒരു കൂടിക്കാഴ്ച നടത്തുന്നത്. ബന്ധം മെച്ചപ്പെടുത്താനുള്ള മാർഗങ്ങളെക്കുറിച്ച് ഇരു നേതാക്കളും ചർച്ച ചെയ്യും. അതോടൊപ്പം നൈജീരിയയിലെ ഇന്ത്യൻ സമൂഹവുമായി പ്രധാനമന്ത്രി സംവദിക്കും. 18-ന് ബ്രസീൽ പ്രസിഡന്റ് ലൂയിസ് ഇനാസിയോ ലുല സിൽവയുടെ ക്ഷണപ്രകാരം G20 ഉച്ചകോടിയിൽ പങ്കെടുക്കാനായി പ്രധാനമന്ത്രി ബ്രസീലിലെത്തും. ഉച്ചകോടിയിൽ ലോക രാജ്യങ്ങൾ നേരിടുന്ന എല്ലാ പ്രശ്നങ്ങളിലും ഇന്ത്യയുടെ നിലപാടുകൾ പ്രധാനമന്ത്രി വ്യക്തമാക്കും. G20യിൽ പങ്കെടുക്കുന്ന അംഗരാജ്യങ്ങളിലെ നേതാക്കളുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തും എന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. ഏതായാലും 3 ദിവസത്തെ സന്ദർശനത്തിനായിട്ടാണ് പ്രധാനമന്ത്രി ഇന്ന് രാജ്യത്തു നിന്നും പോകുന്നത്. നന്ദി ബിലു. ഈ മണിക്കൂറിലെ പ്രധാന വാർത്തകൾ അവസാനിക്കുന്നു. വരും മണിക്കൂറിലെ വാർത്തകളും വിശേഷങ്ങളും അറിയാം VMTV ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓരോ മണിക്കൂറിലും വരുന്ന വിവിധ വാർത്തകളാണ് ഞങ്ങൾ നിങ്ങളുടെ മുന്നിൽ സത്യവും കൃത്യവും വ്യക്തവുമായി എത്തിക്കുന്നത്.